ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു പേപ്പർ ആർട്ടാണ്. അന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ചെയ്യാൻ പോകുന്നതാണ്, ആദ്യം നമുക്കൊരു പേപ്പർ വേണം. ഇതുപോലത്തെ ഒരു സ്ക്വയർ ഷേപ്പ് പേപ്പർ. ആ പേപ്പർ കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് കത്രിക, പെൻസില് അല്ലെങ്കിൽ പേന. പെൻസിലും പേനയും ഏതെങ്കിലും വേണമെങ്കിൽ എടുക്കാം. നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ ഇത് ചെയ്യാം. നമുക്ക് ആദ്യം ഈ പേപ്പർ നമുക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ മടക്കാം. ആദ്യം ഈ സ്ക്വയറില്ലേ, ഈ സ്ക്വയർ ഷേപ്പിലുള്ള പേപ്പർ അത് നമ്മൾ ആദ്യം ഒരു ട്രയാങ്കിൾ ആയിട്ട് മടക്കണം. പിന്നെ രണ്ടാമത് വീണ്ടും ഒരു വട്ടം കൂടെ നല്ല ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കി എടുക്കണം. ഇങ്ങനെ മടക്കി എടുക്കണം, നല്ലോണം മടക്കി എടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഒന്നും കൂടെ മടക്കണം. വീണ്ടും ലാസ്റ്റ് ആയിട്ട് ഒരു ട്രയാങ്കിൾ. അങ്ങനെ അത് 3 വട്ടം മടക്കണം. ഈ ട്രയാങ്കിൾ, ഈ സ്ക്വയർ പേപ്പർ 3 വട്ടം മടക്കണം. എന്നിട്ട് നമ്മൾ പേനയോ ഓർ പെൻസിലോ, ഞാനിവിടെ പേനയാണ് എടുക്കുന്നത്. ഇത് നമ്മുടെ മറ്റേ റോളിംഗ് പേനയാണ്. ഓക്കെ, നമ്മൾ ആദ്യം ഇവിടെ ഇങ്ങനെ വരച്ചു കൊടുക്കണം. ആദ്യം ഒരു സർക്കിളിന്റെ ഹാഫ് പീസ് വരച്ചു കൊടുക്കണം. എന്നിട്ട് ഒരു വലിയൊരു ട്രയാങ്കിൾ ഇങ്ങനെ വരച്ചു കൊടുക്കണം. എന്നിട്ട് വീണ്ടും വീണ്ടും ആ സർക്കിളിന്റെ ഹാഫ് പീസ് ഇങ്ങനെ വരച്ചു കൊടുക്കണം. എന്നിട്ട് വീണ്ടും ഒരു ട്രയാങ്കിൾ വരച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ നടുവിൽ ഒരു ഗോപുരം പോലെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പേപ്പറിൽ നമ്മളിങ്ങനെ വരച്ചെടുക്കും. അത് നമ്മൾ കത്രിക വെച്ച് കട്ട് ചെയ്യണം. എല്ലാവരും കണ്ടോളൂ. നമ്മൾ ഹാഫ് പീസും കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അടുത്ത് നമ്മുടെ ട്രയാങ്കിൾ പീസ്. എല്ലാം ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാൻ. അതേപോലെ ആയിരിക്കണം. നമ്മൾ വരച്ചിട്ടില്ലേ, അതേപോലെ അതിന്റെ പുറത്ത് കൂടെ കറുത്തായിട്ട് ഒന്ന് കട്ടിയെടുക്കണം. ട്രയാങ്കിൾ പീസും കൂടെ കട്ട് ചെയ്ത് ഇപ്പം നമുക്ക് ഇവിടെ കത്രിക വെച്ചിട്ട് നോക്കാം. ഇപ്പം ഈ പീസാണ്. നമ്മൾ ഇങ്ങനെ പതുക്കെ തുറന്നു കൊടുക്കണം. ഇങ്ങനെ തുറന്ന് ലാസ്റ്റായിട്ട് കിട്ടുന്നത് വീണ്ടും ഒരു ട്രയാങ്കിൾ കൂടെ നമ്മൾ മടക്കി തുറന്ന് കിട്ടുമ്പോൾ അവസാനത്തെയാണ് ഈ ഡിസൈനാണ് നമുക്ക് ലാസ്റ്റായിട്ട് കിട്ടുന്നത്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കമൻറ്റിൽ വേർപ്പെടുത്തുക. എന്നിട്ട് സബ്സ്ക്രൈബും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണ്ട.